ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബീൻസ് തോരനുണ്ടാക്കാൻ കുറച്ച് ബീൻസ് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് കഴുകി വൃത്തിയാക്കി മഞ്ഞളും ഉപ്പും എല്ലാം ചേർത്ത് 4-5 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ തിന്നായി കട്ട് ചെയ്യാം. എല്ലാ ബീൻസും നമുക്ക് ഇതേപോലെ വളരെ ചെറുതായി കട്ട് ചെയ്യാം. ബീൻസ് തോരന് ആവശ്യമുള്ള മറ്റ് സാധനങ്ങൾ: 1/2 കപ്പ് തേങ്ങ, 2 കുഞ്ഞുള്ളി, 2 വലിയ കഷ്ണം വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക്, ബീൻസ് അരിഞ്ഞത്, ബീൻസ് വളരെ തിന്നായി അരിഞ്ഞിട്ടുണ്ട്, ഒരു 2 കറിവേപ്പില, ഒരു 5 കുഞ്ഞുള്ളി ചുമന്നുള്ളി ചെറുതായി അരിഞ്ഞത്, 2 ചുമന്ന മുളക്, അരപ്പിന് മഞ്ഞൾപ്പൊടി, ജീരകം, പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ, കടുക്, കുറച്ച് വെള്ളം, 1-2 സ്പൂൺ വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു കടായി അടുപ്പ് വയ്ക്കാം. കടായി ഒന്ന് ചൂടാകട്ടെ. കടായി ചൂടാകുമ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കും. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂട്ടി ഈ സമയത്തിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞ് ചേർക്കും. രണ്ട് കറിവേപ്പില, അങ്ങനെ ഉണക്കമുളക് ഉണ്ടാക്കി ഇതും കൂടെ ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ വഴറ്റാം. ചെറുതായി ഒന്ന് വാടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീൻസ് ഇടാം. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യും. നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. പിന്നെ നോക്കിയ ശേഷം ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലൊന്ന് വേവിക്കാം. ഒരു 3 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വേണം. ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഞാനെടുത്ത് 2 ചുവന്നുള്ളി, 2 വെളുത്തുള്ളി, 3 പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എല്ലാം കൂടെ ഒന്ന് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്ത ശേഷം നമുക്ക് തേങ്ങ ചേർത്ത് ചതച്ച് നമുക്ക് തേങ്ങ ചേർക്കാം. തേങ്ങ ഒരുപാട് അരയരുത്, ഒന്ന് ചതച്ചാൽ മാത്രം മതി.
അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ഇതൊക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ സമയം നമുക്ക് പാത്രം ഒന്ന് തുറന്ന് നോക്കാം. ബീൻസൊക്കെ ചെറുതായി ഒന്ന് വാടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ചെയ്ത് നമുക്കൊരു 3-4 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വേവിക്കാം. അടച്ചു വെച്ച് ഇടയ്ക്ക് തുറന്നൊന്ന് നോക്കാം. ഇളക്കി കൊടുക്കാം. അടിക്ക് പിടിക്കാതെ ഒരു സമയം ഒരു സ്പൂൺ ഏകദേശം ഒരു സ്പൂൺ വെള്ളം ചേർക്കാം. ചേർത്തൊന്ന് ഇളക്കി മീഡിയം ഫ്ലെയിമിലിടായിരിക്കും. വീണ്ടും ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് വേവിക്കാം. അടപ്പ് തുറന്ന് നോക്കാം. ബീൻസ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് തുറന്ന് വെച്ച് നമുക്ക് വെള്ളം വറ്റിച്ച് എടുക്കാം. ഒരു 1 മിനിറ്റ് ഒന്ന് ബീൻസ് തോരൻ റെഡി. തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഒന്ന് വെച്ചൊന്ന് ഇതാക്കിയാൽ മതി. പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. വെള്ളമെല്ലാം നല്ല വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ബീൻസ് തോരൻ റെഡി. ബീൻസ് തോരൻ റെഡി. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം.